അമ്മേ ഞാൻ സ്കൂളിൽ നിന്ന് വന്നേ. ആ മോൾ സ്കൂളിൽ നിന്ന് വന്നോ? ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വല്ല കുഴപ്പമുണ്ടോ? ഇന്നെന്തായാലും ഗുലുമാല ഒപ്പിച്ചിട്ടാ വരുന്നേന്ന് തോന്നുന്നു. മുഖം എന്തോ ഒരു പന്തികേട്. അതമ്മേ ഒരു കാര്യം സംഭവിച്ച് എന്നാ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ബാക്കി എല്ലാരും എന്നോട് പറഞ്ഞു മുടി വെട്ടിയത് നല്ലതാണ്. ആ കൊച്ചു എന്നോട് പറഞ്ഞു ഡോറ ബുജിയെ പോലെ കൊള്ളത്തില്ലെന്ന്. ഞാൻ ഇങ്ങനെയാണ് നോക്കിട്ട് ഇങ്ങനെ ഇടിച്ച് 2 പ്രാവശ്യം ഇടിച്ച്. അപ്പൊ എന്നെ ടീച്ചർ അടിച്ച്. അത് കുഴപ്പമുണ്ടോ അമ്മേ? ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലേ, ഒരു പാവാ. നീ എന്നാ കാണിച്ചതാ? നീ ഇതൊക്കെ ചെയ്തിട്ടാ പറയുന്നേ? മൂക്കിന്റെ കോൾ ഇങ്ങനെ ഇടിച്ചു പൊട്ടിച്ചില്ലേ? അത്ര മതിയോ? എത്ര മതിയെന്ന് പറയേണ്ട ആവശ്യമില്ല. നീ എന്നിട്ടാ പറയുന്നത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അവരെന്തൊക്കെ എന്നെ വിളിച്ചു പറയുവോ കർത്താവേ? ഇനി അവര് നിന്നെ കേസ് കൊടുക്കുമ്പോ ഞാൻ തന്നെ ചെല്ലണ്ടേ? എന്നാന്ന് വെച്ചാ അത് പോട്ടെ അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. എന്നെ വിടാവോ? മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം നിനക്ക് ടൂറിനും കൂടെ പോണം. അങ്ങനെയാണ് നിന്റെ പരീക്ഷ വെക്കണ്ടേ? ഇത് പറ മാർക്ക് കാണിയില്. നിന്റെ ഇംഗ്ലീഷിന് എത്ര മാർക്കുണ്ട്? കാണിച്ചേ. അതോ അമ്മേ, ഞാൻ ഇപ്പൊ കാണിക്കാവേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. എനിക്ക് മാർക്ക് കുറവാണല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? നോക്കട്ടെ എത്രയുണ്ട്. 25. ഞാനിത് എങ്ങനെ ശരിയാക്കും? ഐഡിയ. അമ്മേനെ കൊണ്ട് കാണിക്കാം. എന്തി മാർക്ക് കാണിച്ചേ. എന്റെ കൊച്ചി എല്ലാത്തിനും ശരി. 25 A+ഓ? ഓ നല്ല കൊച്ചാണേ. ഞാൻ ഇനി എത്ര വേണം ടൂർ വേണം? ടൂറിന് പോക്കോ. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്കൊരു സ്മാർട്ട് വാച്ചും കൂടെ വേണം കേട്ടോ അമ്മേ. എന്നാ തന്നേക്കാ. ശരി കൂട്ടുകാരെ, എന്റെ വീഡിയോ എങ്ങനെയുണ്ട്? പക്ഷേ ഞാൻ ഇപ്പൊ ചെയ്ത പോലെ നിങ്ങൾ ആരും ചെയ്യരുത്. ആരെയും ചതിക്കുകയും ചെയ്യരുത്. പിന്നെ നമുക്ക് മാർക്ക് കുറവാണെങ്കിലും നമ്മൾ പറയണം. നമ്മൾ ടീച്ചർമാരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും നിങ്ങൾ ഒരിക്കലും കള്ളത്തരം പറയില്ല. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ടാറ്റാ. ബെൽ ബട്ടനും കൂടി ഞെക്കിയേക്കണം. ബൈ.